വാർത്തകൾ തുടരുന്നു. ചന്ദ്രാപിന്നി SN വിദ്യാഭവനിലെ KG വിഭാഗത്തിൽ കായികമേള നടത്തി. SNE and C Trust President KV Subramanian പതാക ഉയർത്തി. സെക്രട്ടറി KG അശോകൻ മേള ഉദ്ഘാടനം ചെയ്തു. It is very happy for me to stand here and look at the innocent faces of young stars. This time I have to remember one thing. A few months back, when this tiny tots walked through this gate, came here for admission, they were crying. Some boys and girls were fighting, and some were very enthusiastic to join their sisters who were studying here, and they must have never expected something like this. Now today they are competing. KG വിഭാഗം സൂപ്പർവൈസർ ശൈലജ B മേനോൻ, IR രാജൻ, TK രാജീവൻ, PT സുരേഷ് ബാബു, MS പ്രദീപ്, PTA പ്രസിഡന്റ് PN സുജിന്ത്, പ്രിൻസിപ്പാൾ EK സുഷമ, യാമിനി ദിലീപ്, VU ഉണ്ണികൃഷ്ണൻ, KG വിഭാഗത്തിലെ നന്മയുടെ പ്രവർത്തകർ സമാഹരിച്ച ധനസഹായം ചടങ്ങിൽ PTA പ്രസിഡന്റ് PN സുജിന്ത് ചന്ദ്രാപിന്നിയിലെ ആക്ട്സിന് കൈമാറി. വൈകിട്ട് സമാപന സമ്മേളനവും സമ്മാനദാനവും നടന്നു. ചന്ദ്രാപിന്നി ശ്രീകുമാരമംഗലം സമുദായ ക്ഷേത്രത്തിലെ സപ്താഹവേദിക്കരികിൽ മണലിൽ ശില്പങ്ങൾ തീർത്ത് 8ാം ക്ലാസ്സുകാരൻ ജനശ്രദ്ധ നേടി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ KM വിഷ്ണുവാണ് മണൽ ശില്പങ്ങൾ തീർത്തത്. ഗരുഡൻ, കൃഷ്ണൻ, തേൾ, ഗണപതി, ആമ, ശിവലിംഗം എന്നീ രൂപങ്ങളാണ് മണലിൽ തീർത്തത്. വേദിയിൽ സപ്താഹപാരായണം നടക്കുന്നതിനിടയിലാണ് വിഷ്ണു സപ്താഹവേദിക്കരികിലായി ഇവയ്ക്ക് രൂപം നൽകിയിരുന്നത്. സ്കൂളിൽ ക്ലേ മോഡലിംഗിനും മറ്റും പങ്കെടുത്ത വിദ്യാർത്ഥിയാണ് വിഷ്ണു. വിഷ്ണുവിന്റെ കരവിരുതിൽ രൂപം കൊണ്ട കലാപ്രതിമകൾ ക്ഷേത്രത്തിൽ എത്തിയ ഭക്തർക്കും കൗതുക കാഴ്ചയായി മാറുകയായിരുന്നു. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടായ്മയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ബിസിനസ്സുകാരാണ്. ആരും ജോലിക്കാരോ അല്ലെങ്കിൽ ബേക്കിൻ്റെ ഓഫീസിലിരിക്കുന്ന സ്റ്റാഫോ അല്ലെങ്കിൽ അങ്ങനെയല്ല, എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ്. ബേക്കറി ബിസിനസ് ചെയ്ത് ഉപജീവനമാർഗം നേടുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളുണ്ടാവും. എന്നാലും അല്പം സമയം നമ്മൾ ബേക്കിന് ചിലവാക്കിയാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സംവിധാനം തന്നെയാകും എന്ന് പറയുന്നതിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് ഇൻസ്പെക്ഷൻ ഇപ്പോൾ FSSI രജിസ്ട്രേഷൻ വന്നതോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലൊരു ഭയമാണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ ചെക്കിങ്ങിന് വരും, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ചെക്കിങ്ങിന് വരും. പക്ഷെ അത് നമ്മൾ ആ ചെക്കിങ്ങിന് വരുന്നത് മോശമാണ് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കും. യൂണിറ്റ് പ്രസിഡന്റ് RM പവിത്രൻ അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കിരൺ പാലക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. VR പ്രേമൻ സംസാരിച്ചു. മേത്തല KPM-NP UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്ത് വിതരണം ചെയ്തു. മേത്തല കൃഷിഭവൻ ഓഫീസർ ഷബ്ന വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക C സജിനി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ AP വേണുഗോപാൽ, ഷഫീഖ് മണപ്പുറത്ത്, ആനന്ദൻ മൂക്കഞ്ചേരിൽ, NT ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ലോകമലേശ്വരം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം ആചരിച്ചു. മേഖലാ പ്രസിഡന്റ് പ്രൊഫസർ S ഭാർഗവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ഡോക്ടർ ശബരി ഗിരീഷ് ക്ലാസ് എടുത്തു. PK ശശി, സുമതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളെല്ലാം നല്ലോണത്തിൽ ചേരുന്നു. അപ്പോൾ ആ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ UN ആണ് ഈ ഒക്ടോബർ 1 ആഗോളാടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ തന്നെ ലോക വയോജന ദിനമായിട്ട് ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പരിശീലനം കൂടുതൽ ഒരു വയോജനങ്ങളാണ്. അപ്പോൾ വയോജനങ്ങൾ വിവക്ഷിക്കുന്നവരുടെ ഏത് പ്രായത്തിലുള്ളവരായിരിക്കും ഈ വയോജനങ്ങൾ? അങ്ങനെ കൃത്യമായ ദിവസം പറയാൻ പറ്റും. സാധാരണ ഗതിയിൽ ഒരു 60-65 ഉള്ള ആൾക്കാർ 60
ചിന്ത്രാപിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീകുമാരമംഗലം സമുദായ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൽ ബുധനാഴ്ച പരശുരാമാവതാരം, ശ്രീകൃഷ്ണാവതാരം, ബലരാമാവതാരം, പൂതനാമോക്ഷം, ബാലലീല എന്നിവ പാരായണം ചെയ്തു. തുടർന്ന് നടന്ന ഉണ്ണിയൂട്ടിലും തൊട്ടിൽ സേവയിലും നിരവധി ഭക്തർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെരിഞ്ഞളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുസ്ലിം ലീഗ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CH അനുസ്മരണം നടത്തി. ലോക വയോജന ദിനത്തിൽ മുതിർന്ന പൗരന്മാർക്കായി മതിലകം പോലീസ് കെയർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.